സാർ നമ്മൾ ഇപ്പോൾ ഫ്ലട്ടർ കോഴ്സിനപ്പുറത്തേക്ക് നമ്മളൊരു IoT കൊടുക്കുന്നുണ്ട്, IoT ഡെവലപ്മെന്റ്. അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടാവും? IoTക്ക് ശരിക്കും അനന്ത സാധ്യതകൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈവൻ നമ്മൾ ഈ ഇരിക്കുന്ന ടേബിൾ വരെ IoT പിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫുഡ് ഇവിടുന്ന് ഓർഡർ ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഫുഡ് മെനു നോക്കി എവിടെയൊക്കെ എന്തൊക്കെ അവൈലബിൾ ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫുഡ് ഇവിടെ എത്തുന്ന സിസ്റ്റം വരാം. സിമ്പിൾ IoT. അങ്ങനെ ഒരുപാട് നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ ഇതായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് സംഗതികൾ നമ്മുടെ ജോലി, നമ്മുടെ മറ്റ് വ്യവഹാരങ്ങളെല്ലാം എളുപ്പമാക്കാൻ പറ്റും. ഈ സംഗതികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ചൈനക്കാർ ചെയ്യുന്ന അതാണല്ലോ, അവർ ലോകം മുഴുവൻ കയറ്റിയേക്കാണ് ഇതിനെ. പിന്നെ ഈവൻ ഈ ടിക്ടോക്ക് വരെ അവർ യൂസ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പലപ്പോഴും അവരുണ്ടാക്കുന്ന കുറേ സംഗതികൾ അവർ അങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതങ്ങനെ ലോകത്തെല്ലാവരും സെയിൽ ചെയ്യും. എസ്പെഷ്യലി നമുക്കിപ്പോൾ ഒരു കറണ്ട് ഇതിലൊക്കെ അറിയാം, കുറേ ട്രേഡ് സംഗതികളൊക്കെ കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് രാജ്യങ്ങൾ. അപ്പോൾ നമ്മളെ സ്കില്ലൊക്കെ യഥാർത്ഥ സ്കിൽ ഷോറിൽ വരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഡീപ് സീക്കിൻ്റെ ഓപ്പൺ സംഗതികൾ കിട്ടും. ഓപ്പൺ മോഡൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ സംഗതികൾ ഉണ്ടാക്കാൻ പറ്റും. എസ്പെഷ്യലി IoT, റോബോട്ടിക്സ്, ലൈക്ക് ഫ്ലട്ടർ ആപ്പ് പോലുള്ള കോഡിങ്, AI ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോഴും നല്ല കമ്പനികളൊക്കെ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അവരൊന്നും ഇപ്പോൾ പുറത്ത് പറയില്ല. ലാസ്റ്റ് ഡേയിൽ അത് പുറത്തിറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക, ലോകം അറിയുക ഇവരിത്ര വർക്ക് ചെയ്തിരുന്നുള്ളത്. അപ്പോൾ സ്കിൽ ചെയ്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ടല്ല, അതിൽ എക്സ്പീരിയൻസ്ഡായി വലിയൊരു ടീം ബിൽഡ് ചെയ്ത് അതിലിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ യഥാർത്ഥ ആ ടീമിലേക്കുള്ള ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കണം അവിടെ, അല്ലേ?